നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിർധനർക്കായി ഊരകം സഞ്ജീവനി സമിതി ആരംഭിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ ബുധനാഴ്ച നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ നിർവഹിക്കും. ഒല്ലൂരിലെ വിശുദ്ധ എയുപ്രാസമയുടെ തീർത്ഥകേന്ദ്രത്തിൽ 19ാമത് തിരുനാളിന് ഒരുക്കങ്ങളായി. ഓഗസ്റ്റ് 20 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നമ്മളത് ആ ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപനം നടത്തിയതിന്റെ ഭാഗമായി ഒതുങ്ങുന്ന ഒരു പരിപാടിയില്ല. നമ്മൾ തുടർച്ചയായി നമ്മളത് പ്രഖ്യാപനം ചെയ്തുകൊണ്ട് നമ്മുടെ മാലിന്യമുക്ത പഞ്ചായത്തും അതുപോലെ മാലിന്യമുക്ത കേരളം പ്രഖ്യാപനം കഴിഞ്ഞതാണ്. നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ബാധ്യത നമ്മുടെ ഓരോരുത്തരുടെയാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക നമുക്കപ്പോഴും നമ്മുടെ വീടുകളിൽ അടുക്കള വേസ്റ്റ് നമുക്കൊരു വിഷയം തന്നെയാണ്. കൂടുതൽ പേർക്കും വളരെ ഭൂമി കുറവുള്ള ആളുകളാണ് കൂടുതൽ പേരും. ഭൂമി അധികമുള്ളവരായാലും ഈ എന്താ പറയുക രോഗസാധ്യതകളും മറ്റും കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ വലിച്ചെറിയുന്ന പ്രവണതകളെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ബിന്നിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. നമുക്കത് വളമാക്കി മാറ്റി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടുക്കള തോട്ടത്തിനും ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ വീടുകളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വേസ്റ്റുകളും പുറത്ത് പോകുന്നില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി എല്ലാ വീടുകളിലും. ഇതിനിപ്പോൾ മറ്റോരോ പദ്ധതികൾക്കും നമുക്ക് വരുമാന പരിധിയും മറ്റ് നിയന്ത്രണങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പദ്ധതി നമ്മളെല്ലാ വീടുകളിലേക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി വിജിൽ, സുനിത ജിനു, ധന്യ സുനിൽ, പ്രിയലത പ്രസാദ്, VEOമാരായ ജയലക്ഷ്മി, സിന്ധു ജീവൻ, ശ്രീദേവി എന്നിവരും പങ്കെടുത്തു. IRTC ഗുണഭോക്താക്കൾക്ക് ക്ലാസുകളും നൽകി. 2,76,800 രൂപ വില വരുന്ന 162 ബയോ കമ്പോസ്റ്റർ ബിന്നുകളാണ് വിതരണം ചെയ്തത്. നിർധനർക്കായി ഊരകം സഞ്ജീവനി സമിതി ആരംഭിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ ബുധനാഴ്ച നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ നിർവഹിക്കും. ഊരകം സഞ്ജീവനി സമിതിയും ദേശീയ സേവാഭാരതിയും ചേർന്ന് നിർധനരായ രോഗികൾക്കായി നിർമ്മാണം പൂർത്തീകരിച്ച സഞ്ജീവനി ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് 3-ന് നാടിന് സമർപ്പിക്കും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷയാകും. മുതിർന്ന സംഘം പ്രചാരകൻ S. സേതുമാധവൻ സേവാ സന്ദേശം നൽകും. മിഷണറികൾ ഒഴിച്ച് 1 കോടി രൂപ ചെലവിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചിട്ടുള്ളത്. 10 ബെഡുകളാണ് സെന്ററിൽ രോഗികൾക്കായിട്ടുള്ളത്. 4 ബെഡുകൾ ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ്. ആത്രേയ ആശുപത്രിയുടെ പങ്കാളിത്തവും 3 ഡോക്ടർമാരുടെ സേവനവും ഡയാലിസിസ് സെന്ററിലുണ്ട്. റഷീദ് സുമന്റെ നേതൃത്വത്തിൽ രോഗികൾക്ക് ബോധവൽക്കരണവും ഉണ്ടാകും. തൃശൂർ ജില്ലയിലെ ഉൾപ്പെടെ നിർധനരായ ഡയാലിസിസ് രോഗികൾക്കായി 25 മുതൽ ചികിത്സ ലഭ്യമാകും. ഊരകത്തെ സഞ്ജീവനി സമിതിയുടെ സ്വന്തം സ്ഥലത്ത് പുതിയ കെട്ടിടം പണിത് വയോജനങ്ങൾക്കായി പകൽ വീട്, സഞ്ചരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ് സെന്ററുകളും ആരംഭിക്കുമെന്നും സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി VG ഗോവിന്ദൻകുട്ടി, അംഗങ്ങളായ പ്രകാശൻ കരുമന, C. വിജയൻ, അനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമാജത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മൾ പല വിധത്തിലും സഹായിക്കണം. ഇപ്പോൾ ഞാനും സഞ്ജീവനി സമിതിയുടെ പ്രസിഡൻറ്റും കൂടിയിട്ട് 1-2 ഡയാലിസിസ് സെൻ്റർ നമ്മൾ സന്ദർശിച്ചിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു പാവപ്പെട്ട ഫാമിലിക്ക് ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം അവർക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഒരു മാസത്തിൽ അങ്ങനെ ചുരുങ്ങിയത് ഒരു 12 ദിവസം അല്ലെങ്കിൽ 13 ദിവസം ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ചുരുങ്ങിയത് ഒരു ആസ്പത്രികളിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 25,000 രൂപ അവർക്ക് അതിൽ ചിലവാകും. അതുകൂടാതെ
അവരുടെ കൂടെ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ 12 ദിവസം ഒരു ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടാവും. അവരുടെ വരവും നിൽക്കും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലും ഈ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളാണ് വീട്ടിലുണ്ടെങ്കിൽ ആ വീട് തകർന്നു പോകും. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങായിട്ട് സേവാഭാരതിയും ഞങ്ങളും ചേർന്ന് ഊരകം കേന്ദ്രീകരിച്ച് 10 ബെഡുകളുള്ള ഒരു ഡയാലിസിസ് സെൻ്ററാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ 20-ാം തീയതി ഒരു സോഫ്റ്റ് ലോഞ്ചായിരിക്കും. 4 ബെഡ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 3 മെഷീൻ നമുക്കിതുവരെ ഡൊണേഷനായി കിട്ടിയിട്ടുണ്ട്. ഒരു മെഷീൻ തന്നെ അടുത്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന പാവപ്പെട്ട ആൾക്കാരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഡയാലിസിസ് സെൻ്റർ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒല്ലൂരിലെ വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ തീർത്ഥകേന്ദ്രത്തിൽ 19ാമത് തിരുനാളിന് ഒരുക്കങ്ങളായി. ഓഗസ്റ്റ് 20 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 29 രാവിലെ തീർത്ഥകേന്ദ്രം മുൻ റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ ഊട്ടുനേർച്ച വെഞ്ചരിക്കൽ നിർവഹിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ഊട്ടുനേർച്ച. തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് രാവിലെ 10-ന് അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12-ന് തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഒല്ലൂർ മേരിമാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണമുണ്ടായിരിക്കും. വൈകിട്ട് 5-ന് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ഊട്ടുനേർച്ചയിൽ 50,000 പരം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒല്ലൂർ വിശുദ്ധ ഏവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോയ് ചീറ്റിലപ്പള്ളി, സിസ്റ്റർ ഹംബലിൻ CMC, സിസ്റ്റർ റാണി ജോർജ് CMC, തിരുനാൾ ജനറൽ കൺവീനർ ടാജ് ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഒല്ലൂരിൻ്റെ പുത്രിയായി വളർന്ന് അനേകായിരങ്ങൾക്ക് ആശ്വാസമായി, സൗഖ്യമായി, പ്രത്യാശയായി മാറിയ വിശുദ്ധയുടെ തിരുനാൾ ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ, ഏറ്റവും ആഘോഷമായ വിധത്തിൽ നിർവഹിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുനാളിൻ്റെ ദിനം അത് 29-ാം തീയതിയാണ്. 29-ാം തീയതിക്ക് മുമ്പായി 28-ാം തീയതി ഏറ്റവും അടുത്ത ഒരുക്കത്തോടനുബന്ധിച്ച് തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. 5 മണിക്കുള്ള കുർബാനയോട് ചേർന്ന് 29-ാം തീയതി കാലത്ത് 7 മണിക്കുള്ള കുർബാനയോട് ചേർന്നാണ് നമ്മളുടെ ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പങ്കുവയ്ക്കലിൻ്റെ ഊട്ട് നേർച്ച വെഞ്ചരിക്കുകയും 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ മക്കൾക്കും ഈ കൂട്ടുനേർച്ച നൽകുന്നതായിരിക്കും. കാലത്ത് 10 മണിക്കാണ് തിരുനാൾ കുർബാന. ബഹുമാനപ്പെട്ട അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കരച്ചനാണ് കുർബാനയ്ക്ക് കാർമ്മികനാകുക. ചെവൂർ YMCA വുമൺസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡാൻസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. ചെവൂർ YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ ചെവൂർ YMCA പ്രസിഡന്റ് ജോബി ജോർജ് ഡാൻസ് അക്കാദമി ഉദ്ഘാടനം ചെയ്തു. ഒരു അരമണിക്കൂർ ഡാൻസ് കളിച്ചതിന് ശേഷം സ്കൂളിൽ വരും. അതിനുശേഷം കിടന്നുറങ്ങുന്നതിന് മുമ്പ് അരമണിക്കൂർ ടീച്ചർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഡാൻസ് എന്ന് പറയുന്നത് ഒരു കലയ്ക്കപ്പുറം, ഒരു നമ്മുടെ കല നമ്മൾ സ്വായത്തമാക്കുക എന്നതിനപ്പുറം നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു ഉല്ലാസമാണ് അതിൽ കിട്ടുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളെന്ന് വെച്ചിട്ട് മറ്റുള്ള പുറത്തൊരു എക്സസൈസിന് പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാരീരിക ഫിറ്റ്നസ് വളരെ കറക്റ്റും. അപ്പോൾ മറ്റുള്ള നമ്മുടെ ഡെയിലി നമുക്ക് നമ്മുടെ ഡയബറ്റിക്, പ്രഷർ പോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനും കൊളസ്ട്രോളൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ വളരെ സഹായിക്കും. വിമൻസ് ഫോറം കൺവീനർ ലീന ലാസർ അധ്യക്ഷത വഹിച്ചു. നമ്മൾ കുറേ നാളുകളുടെ പ്രയത്നത്തിനൊടുവിലാണ് ഈ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത്. മെയ് മാസം തൊട്ട് നമ്മൾ തുടങ്ങാൻ പരിപാടി ഇട്ടിരുന്നതാണ്. എന്നാലും ചില അസൗകര്യങ്ങൾ കാരണം നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി തൊട്ട് ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ പരിപാടിയിലെ എല്ലാവരുടെയും സഹകരണങ്ങളും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു. സെക്രട്ടറി ജോസഫ് പുലിക്കൻ, മുൻ സെക്രട്ടറി EP ജോസഫ് മാസ്റ്റർ, ഹൈവൈ നാഷണൽ സെക്രട്ടറി ജസ്മരിയ ആൻഡോ, പ്രോഗ്രാം കൺവീനർ ഫെമി ലിൻഡോ എന്നിവർ സംസാരിച്ചു.
കലാമന്ദിരം ധന്യ അനിലിന്റെ നേതൃത്വത്തിലുള്ള നൃത്തകലാ ക്ലാസുകളിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ 9400601949 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ചൊവ്വൂർ YMCA ഹാളിൽ വെച്ചാണ് ഡാൻസ് ക്ലാസുകൾ നടക്കുക എന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ താര രാജു, വുമൻസ് ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ് എന്നിവർ അറിയിച്ചു. ഊരകം NSS കരയോഗം വാർഷിക പൊതുയോഗം ചേർന്നു. NSS നായക സഭാംഗം അഡ്വക്കേറ്റ് A. സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച മുൻ പ്രസിഡന്റ് സി രവീന്ദ്രന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻഡോമെന്റ് പ്രഖ്യാപനവും പ്രതിഭാ പുരസ്കാര വിതരണവും അഡ്വക്കേറ്റ് A. സുരേഷൻ നിർവഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി രഞ്ജിത്ത് ആർ മേനോൻ, താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി K. ഗിരിജ, കരയോഗം സെക്രട്ടറി K. സജീവ്, ട്രഷറർ T. ഹരിദാസ്, രാധിക വേണുഗോപാൽ, രതി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കരയോഗം പ്രസിഡന്റ് I. T. ഹരിദാസിനെയും ട്രഷറർ I. P. വത്സകുമാറിനെയും തെരഞ്ഞെടുത്തു. അവണിശ്ശേരി എഴുത്തച്ഛൻ സമാജം വാർഷിക പൊതുയോഗം നടത്തി. A. ലത ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് MG മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. വാർഡംഗം സായ രാമചന്ദ്രൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു. സമാജം സെക്രട്ടറി KK ശശികുമാർ, ട്രഷറർ V. ദിവ്യ, MS ശ്രീധരൻ, VK ശശിധരൻ, സുമതി, MR നിഖിൽ, MA ശങ്കരനാരായണൻ, സമാജം വൈസ് പ്രസിഡന്റ് MR രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുൻ സമാജം സെക്രട്ടറി കിഴക്കൂട്ട് കുഞ്ഞുണ്ണി, തപസ്യ പുരസ്കാര ജേതാവ് സുമതി എന്നിവരെ ആദരിച്ചു. ചേർപ്പ് CNNGLP സ്കൂളിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. ക്ഷീരകർഷകയായ ആറ്റുപുറത്ത് KK സരോജിനിയെ സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജീവ് കുമാർ ശ്രേഷ്ഠ കിസാൻ പുരസ്കാരം നൽകി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. മികച്ച കർഷകരെ കണ്ടെത്തി സ്കൂൾ ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് ശ്രേഷ്ഠ കിസാൻ. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നാണ് മികച്ച കർഷക അവാർഡ് ജേതാവിനെ കണ്ടെത്തുന്നത്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അധ്യാപകരായ ധ്വനി, ചിത്ര, സുസ്മിത, PTA പ്രസിഡന്റ് ജിനേഷ്, MPTA കമ്മിറ്റി അംഗം കീർത്തന എന്നിവർ സംസാരിച്ചു. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ കർഷക ദിനം ആചരിച്ചു. കുട്ടികൾ കർഷകരുടെ വേഷവിധാനം അണിഞ്ഞെത്തിയത് കൗതുകമായി. കൃഷിപ്പാട്ടുകളും കൃഷിച്ചൊല്ലുകളും കുട്ടികൾ അവതരിപ്പിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീജ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. വട്ടത്തിൽ കുഴി കുത്തി നീളത്തിൽ തടമെട്ടിട്ടങ്ങനെ പാകണം ചെഞ്ചീര. എങ്ങനെ പാകണം ചെഞ്ചീര? വട്ടത്തിൽ കുഴി കുത്തി നീളത്തിൽ തടമെട്ടിട്ടങ്ങനെ പാകണം ചെഞ്ചീര. തൃശൂരിൽ ഓണം വിപുലമായി ആഘോഷിക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ തീരുമാനമായി. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന യോഗം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാകണം ഇത്തവണത്തെ ഓണാഘോഷമെന്ന് മന്ത്രി പറഞ്ഞു. കൂടാതെ നഗരത്തെ ദീപാലങ്കൃതമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. വീട്ടമ്മമാരെയും കൂടി ഉൾപ്പെടുത്തി വേണം കലാപരിപാടികൾ ആസൂത്രണം ചെയ്യാനെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി. പീച്ചി, വാഴാനി, സ്നേഹതീരം, തുമ്പൂർമൊഴി, ചാവക്കാട് എന്നിവിടങ്ങൾക്ക് പുറമെ മുസിരിസിലും DTPCയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്താൻ യോഗത്തിൽ തീരുമാനമായി. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടക്കുന്ന കണ്ടശാം കടവ് ജലോത്സവം ഉൾപ്പെടെ വിവിധ വള്ളം കളികളും ജില്ലാതല ആഘോഷത്തിന്റെ ഭാഗമാക്കും. സെപ്റ്റംബർ 4 വൈകിട്ട് തുടങ്ങുന്ന ഓണാഘോഷം 8 പുലിക്കളിയോടെ അവസാനിക്കും. മന്ത്രി K. രാജൻ ചെയർപേഴ്സണായ സംഘാടക സമിതിയും രൂപീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R. ബിന്ദു, കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ MK വോഗീസ്, K. രാധാകൃഷ്ണൻ MP, ബെന്നി ബെഹ്നാൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ മുഖ്യ രക്ഷാധികാരികളാകും. ജില്ലാ കലക്ടർ ജനറൽ കൺവീനറായും P. ബാലചന്ദ്രൻ MLA കൺവീനറായും പ്രവർത്തിക്കും. ജില്ലയിലെ MLAമാർ ചെയർപേഴ്സൺമാരായ വിവിധ ഉപസമിതികളും യോഗത്തിൽ രൂപീകരിച്ചു. MLAമാരായ ET ടൈസൺ, NK അക്ബർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി റാത്തോർ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാഷ്, DTPC സെക്രട്ടറി C. വിജയരാജ്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജോൺസൺ ചിറമൽ രചിച്ച ആരണ്യകങ്ങളിലെ അധിനിവേശങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് Y. വിജയൻ നിർവഹിച്ചു. രാജീവ് ഉപ്പത്ത് പുസ്തകം ഏറ്റുവാങ്ങി. സണ്ണി കുണ്ടുകുളം അധ്യക്ഷനായി. MS വികാസ്, P. ബിജു, TS ബൈജു ജോസഫ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അഴീക്കോട് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ജീലാനി എന്ന മൂടുവെട്ടി വള്ളമാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത്.
വള്ളത്തിലുണ്ടായിരുന്ന അഴീക്കോട് മുനക്കൽ സ്വദേശികളായ നസീർ, ഷാഫി എന്നിവരെ രക്ഷപ്പെടുത്തി. തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മറ്റു തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നത്. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം സ്ലൂയിസ് വാൽവ് വഴിയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ചു വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പ്രധാന ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് 5 മുതൽ 8 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കുറുമാലി, കരുവഞ്ഞൂർ പുഴകളുടെ തീരത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 8-ന് 72.95 മീറ്ററാണ് ചിമ്മിനിയിലെ ജലനിരപ്പ്. ഇതുവരെ ഡാമിൽ സംഭരിച്ചിരിക്കുന്നത് 124.75 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. ഇത് ഡാമിന്റെ മൊത്തം സംഭരണശേഷിയുടെ 82.325%. 76.70 മീറ്ററാണ് ചിമ്മിനിയിലെ പരമാവധി ജലനിരപ്പ്. പരമാവധി സംഭരണശേഷി 151.55 ദശലക്ഷം ഘനമീറ്ററാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിർധനർക്കായി ഊരകം സഞ്ജീവനി സമിതി ആരംഭിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ ബുധനാഴ്ച നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ നിർവഹിക്കും. ഒല്ലൂരിലെ വിശുദ്ധ എയുപ്രാസമയുടെ തീർത്ഥകേന്ദ്രത്തിൽ 19ാമത് തിരുനാളിന് ഒരുക്കങ്ങളായി. ഓഗസ്റ്റ് 20 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.